പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായൊരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് ദിവസം 353. ഇന്നത്തെ വായനാഭാഗങ്ങൾ പത്രോസിൻ്റെ 1-ാം ലേഖനം അധ്യായങ്ങൾ 3, 4, 5, 1 തെസ്സലോനിക്കർ അധ്യായങ്ങൾ 1 മുതൽ 3 വരെ, സുഭാഷിതങ്ങൾ അധ്യായം 30 വാക്യങ്ങൾ 15, 16. നമുക്ക് വചനം വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 1 പത്രോസ് അധ്യായം 3. ദമ്പതിമാരുടെ കടമകൾ. അതുപോലെ ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല, പെരുമാറ്റം കൊണ്ട് നേടാൻ ഭാര്യമാർക്ക് കഴിയും. അതവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ്. ബാഹ്യമൂടികളായ പിന്നിയ മുടിയോ അണിയുന്ന സ്വർണ്ണാഭരണമോ ധരിക്കുന്ന വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ അമൂല്യമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് സാറ അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഒരു ഭീഷണിയും കാര്യമാക്കേണ്ടതില്ല. ഇങ്ങനെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ അവരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീനപാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സഹോദരരോടുള്ള കടമ. അവസാനമായി, നിങ്ങളെല്ലാവരും ഹൃദയ ഐക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുവിൻ. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ജീവിതത്തെ സ്നേഹിക്കാനും നല്ല ദിവസങ്ങൾ കാണാനും ആഗ്രഹിക്കുന്നവൻ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് അധരത്തെയും നിയന്ത്രിക്കട്ടെ. അവൻ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മ ചെയ്യട്ടെ. സമാധാനം അന്വേഷിക്കുകയും അത് പിന്തുടരുകയും ചെയ്യട്ടെ. എന്തെന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ കാതുകൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു. എന്നാൽ അവിടുത്തെ മുഖം തിന്മ പ്രവർത്തിക്കുന്നവർക്കെതിരെയാണ്. പീഡനത്തോടുള്ള സമീപനം. നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തീക്ഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്ക് കഴിയും? നീതിക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ അനുഗ്രഹീതർ. നിങ്ങൾ അവരെ ഒട്ടും ഭയപ്പെടേണ്ട, പരിഭ്രമിക്കുകയും വേണ്ട. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ ആദരിക്കുവിൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ ഒരുങ്ങിയിരിക്കുവിൻ. എന്നാൽ അത് വിനയത്തോടും ഭയത്തോടും കൂടെ ആയിരിക്കട്ടെ. നിങ്ങളുടെ മനസാക്ഷി നിർമ്മലമായി സൂക്ഷിക്കുവിൻ. അങ്ങനെ ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നല്ല പെരുമാറ്റം അവമതിക്കുന്നവർ നിങ്ങളെ ദുഷിച്ചു പറയുമ്പോൾ ലജ്ജിതരായിത്തീരും. നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത്. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു. അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത്. ആത്മാവിൽ അവൻ ചെന്ന് തടവിലായിരുന്ന അരൂപികളോട് പ്രഘോഷിച്ചു. അവരാകട്ടെ നോഹിൻ്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ദീർഘക്ഷമയോടെ കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ആ പെട്ടകത്തിലുണ്ടായിരുന്ന 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചുള്ളൂ. അതിനോട് സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു. അത് നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യത്തിൻ്റെ നിർമ്മാർജ്ജനമല്ല, മറിച്ച് നല്ല മനസാക്ഷിക്കായി യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനം വഴി ദൈവത്തോട് നടത്തുന്ന യാചനയാണ്. യേശുക്രിസ്തുവാകട്ടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവിടുത്തേക്ക് കീഴ്പ്പെട്ടുമിരിക്കുന്നു. 1 പത്രോസ് അധ്യായം 4. ദൈവകൃപയുടെ കാര്യസ്ഥൻ. ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവമാകുന്ന ആയുധം ധരിക്കുവിൻ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക മോഹങ്ങൾക്ക് അടിമപ്പെട്ടല്ല, ദൈവഹിതത്തിനൊത്താണ് ജീവിക്കുന്നത്. ജനതകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മധുരോത്സവത്തിലും
നിഷിദ്ധമായ വിഗ്രഹാരാധനയിലും മുഴുകി നിങ്ങൾ മുമ്പ് വളരെ കാലം ചെലവഴിച്ചു. അവരുടെ ദുർവൃത്തികളിൽ ഇപ്പോൾ നിങ്ങൾ പങ്കുചേരാത്തതുകൊണ്ട് അവർ വിസ്മയിക്കുകയും നിങ്ങളെ ദുഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്നവൻ്റെ മുമ്പിൽ അവർ കണക്ക് കൊടുക്കേണ്ടി വരും. എന്തെന്നാൽ ശരീരത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിൽ ദൈവത്തെപ്പോലെ ജീവിക്കുന്നതിനു വേണ്ടിയാണ് മരിച്ചവരോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത്. സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി സമചിത്തരും ആത്മനിയന്ത്രണമുള്ളവരുമായിരിക്കുവിൻ. സർവോപരി നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കട്ടെ. കാരണം സ്നേഹം നിരവധി പാപങ്ങൾ മറയ്ക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ നിങ്ങൾ പരസ്പരം ആതിഥ്യ മര്യാദ പാലിക്കുവിൻ. ഓരോരുത്തരും തനിക്ക് കിട്ടിയ കൃപാവരം ദൈവത്തിൻ്റെ വൈവിധ്യമാർന്ന കൃപയുടെ ഉത്തമനായ കാര്യസ്ഥനെന്ന നിലയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കട്ടെ. പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാടെന്ന പോലെയും ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ടെന്ന പോലെയും ചെയ്യട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. ക്രിസ്തീയ സഹനം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാൻ അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അസാധാരണമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ സന്തോഷിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം സന്തോഷിക്കും. ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ അനുഗ്രഹീതർ. എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ ആവസിക്കുന്നു. നിങ്ങളിൽ ആരും തന്നെ കൊലപാതകിയോ മോഷ്ടാവോ ദുഷ്കർമ്മിയോ ഉപദ്രവകാരിയോ ആയി പീഡ സഹിക്കാനിടയാകരുത്. ക്രിസ്ത്യാനി എന്ന നിലയിലാണ് ഒരുവൻ പീഡ സഹിക്കുന്നതെങ്കിൽ അതിൽ അവൻ ലജ്ജിക്കാതിരിക്കട്ടെ. പിന്നെയോ ആ പേരിൽ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഭവനത്തിൽ നിന്ന് ആരംഭിക്കുന്ന വിധിയുടെ സമയമായിരിക്കുന്നു. അതാദ്യം നമ്മിലാണെങ്കിൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്തായിരിക്കും? നീതിമാൻ കഷ്ടിച്ചു മാത്രം രക്ഷപ്പെടുന്നെങ്കിൽ അധർമ്മിയും പാപിയും എവിടെയായിരിക്കും? ആകയാൽ ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ ആത്മാക്കളെ വിശ്വസ്തനായ സ്രഷ്ടാവിന് ഫലമേൽപ്പിക്കട്ടെ. 1 പത്രോസ് അധ്യായം 5. ശ്രേഷ്ഠന്മാർക്ക് ഉപദേശം. ഒരു സഹശ്രേഷ്ഠനും ക്രിസ്തുവിൻ്റെ സഹനങ്ങളുടെ സാക്ഷിയും വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിൻ്റെ പങ്കുകാരനും എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുന്നു. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അജഗണത്തെ മേയിക്കുവിൻ. നിങ്ങൾ മേൽനോട്ടം വഹിക്കുന്നത് നിർബന്ധം മൂലമായിരിക്കരുത്. ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം. ലാഭേച്ഛയോടെ ആയിരിക്കരുത്, തീക്ഷ്ണതയോടെ ആയിരിക്കണം. ഏൽപ്പിക്കപ്പെട്ടവരിൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്, അജഗണത്തിന് മാതൃകകളായിക്കൊണ്ടായിരിക്കണം. ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. വിശ്വാസികൾക്ക് ഉപദേശം. അപ്രകാരം യുവാക്കളെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ. പരസ്പര വിനയം ധരിക്കുവിൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയശീലർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ വിനയാന്വിതരാകുക. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാൻ. നിങ്ങൾ ആത്മനിയന്ത്രണമുള്ളവരായിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരർ ഇതേ സഹനത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യുവിൻ. തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന സകല കൃപയുടെയും ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം ഉജ്ജീവിപ്പിക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ചെയ്യും. ആധിപത്യം എന്നേക്കും അവൻ്റേതായിരിക്കട്ടെ. ആമേൻ. നിങ്ങൾ അവലംബിക്കുന്ന ദൈവകൃപ സത്യമായതാണെന്ന് ഉപദേശിക്കാനും സാക്ഷ്യപ്പെടുത്താനുമായി വിശ്വസ്ത സഹോദരനായി ഞാൻ കണക്കാക്കുന്ന സിൽവാനോസ് വഴി ചുരുക്കി നിങ്ങൾക്ക് ഞാൻ എഴുതിയിരിക്കുന്നു. നിങ്ങളെപ്പോലെ തിരഞ്ഞെടുക്കപ്പെട്ട ബാബിലോണിലെ സഭയും എൻ്റെ പുത്രനായ മർക്കോസും നിങ്ങൾക്ക് അഭിവാദനം പറയുന്നു. സ്നേഹചുംബനം കൊണ്ട് നിങ്ങൾ പരസ്പരം അഭിവാദനം ചെയ്യുവിൻ. ക്രിസ്തുവിലായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം. 1 തെസ്സലോനിക്ക അധ്യായം 1. അഭിവാദനം. പൗലോസും സിൽവാനോസും തിമോത്തിയോസും ചേർന്ന് പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്കക്കാരുടെ സഭയ്ക്ക് നിങ്ങൾക്ക് കൃപയും സമാധാനവും. കൃതജ്ഞത, അഭിനന്ദനം. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ നിരന്തരം അനുസ്മരിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിന് ഞങ്ങൾ സദാ നന്ദി പറയുന്നു. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും സ്നേഹത്തിൻ്റെ പ്രയത്നവും
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള പ്രത്യാശയുടെ നിലനിൽപ്പും ഞങ്ങൾ അനുസ്മരിക്കുന്നു. ദൈവത്തിന് പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ദൈവത്താലാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ സുവിശേഷം നിങ്ങളിലെത്തിയത് വചനത്തിൽ മാത്രമല്ല, ശക്തിയിലും പരിശുദ്ധാത്മാവിലും ഉത്തമ ബോധ്യത്തിലുമത്രേ. നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ഞങ്ങൾ വർത്തിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നവരായി. നിരവധി ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു. അങ്ങനെ നിങ്ങൾ മക്കദോനിയായിലും അക്കായിയായിലുമുള്ള വിശ്വാസികൾക്കെല്ലാം മാതൃകയായിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ വചനം മക്കദോനിയായിലും അക്കായിയായിലും പ്രതിധ്വനിക്കുക മാത്രമല്ല, ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം എല്ലായിടത്തും ചെന്നെത്തുകയും ചെയ്തിരിക്കുന്നു. തന്മൂലം കൂടുതലായി ഒന്നും തന്നെ ഞങ്ങൾ പറയേണ്ടതില്ലല്ലോ. ഏതു വിധത്തിലുള്ള സ്വാഗതമാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതെന്നും ജീവിക്കുന്ന സത്യദൈവത്തെ സേവിക്കുന്നതിന് വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ എപ്രകാരം പിന്തിരിഞ്ഞെന്നും അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനും വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നവനുമായ അവിടുത്തെ പുത്രൻ യേശുവിനെ സ്വർഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നെന്നും അവർ ഞങ്ങളോട് വിവരിച്ചു. 1 തെസ്സലോനിക്ക അധ്യായം 2. പൗലോസിൻ്റെ മാതൃക. സഹോദരരെ, നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വന്നത് വ്യർത്ഥമായില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞങ്ങൾ ഫിലിപ്പിയായിൽ വെച്ച് പീഡകൾ സഹിക്കുകയും അപമാനിക്കപ്പെടുകയും ചെയ്തെങ്കിലും വലിയ എതിർപ്പിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കാൻ ഞങ്ങളുടെ ദൈവത്തിൽ ഞങ്ങൾ ധൈര്യപ്പെട്ടു. ഞങ്ങളുടെ ഉപദേശം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വഞ്ചനയിൽ നിന്നോ അല്ല. സുവിശേഷം ഭരമേൽക്കാൻ യോഗ്യരെന്ന് ദൈവം അംഗീകരിച്ചതിനാലാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇത് മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയിലോ ദ്രവ്യാസക്തിയുടെ ഭാവത്തിലോ കാണപ്പെട്ടിട്ടില്ല. അതിന് ദൈവം സാക്ഷി. ഞങ്ങൾ മനുഷ്യരിൽ നിന്ന്, നിങ്ങളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ മഹത്വം അന്വേഷിച്ചില്ല. ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാർ എന്ന നിലയിൽ ഞങ്ങൾക്ക് മേന്മ ഭാവിക്കാമായിരുന്നു. എന്നാൽ ധാത്രി തൻ്റെ മക്കളെ പോറ്റുന്ന പോലെ ഞങ്ങൾ നിങ്ങളുടെ മധ്യേ ആർദ്രതയുള്ളവരായി. നിങ്ങളോടുള്ള വാത്സല്യം നിമിത്തം ദൈവത്തിൻ്റെ സുവിശേഷം മാത്രമല്ല, ഞങ്ങളുടെ ജീവൻ തന്നെയും നിങ്ങൾക്കായി പങ്കുവെക്കാൻ ഞങ്ങൾ സന്നദ്ധരായി. കാരണം നിങ്ങൾ അത്രമാത്രം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. സഹോദരരെ, ഞങ്ങളുടെ അധ്വാനവും ബുദ്ധിമുട്ടും നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രഘോഷിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളിൽ ആർക്കും ഭാരമാകാതിരിക്കാൻ ഞങ്ങൾ രാപകൽ അധ്വാനിച്ചു. വിശ്വാസികളായ നിങ്ങളോടുള്ള ഞങ്ങളുടെ പെരുമാറ്റം എത്ര പവിത്രവും നീതിപൂർവകവും കുറ്റമറ്റതുമായിരുന്നു എന്നതിന് നിങ്ങൾ സാക്ഷികളാണ്. അപ്രകാരം തന്നെ ദൈവവും. നിങ്ങൾക്കറിയാവുന്നതുപോലെ പിതാവ് മക്കളോടെന്ന പോലെയാണ് നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ പെരുമാറിയത്. തൻ്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമാം വിധം ജീവിക്കാൻ ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്തു. സഹനത്തിൽ ഭാഗഭാഗിത്വം. ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായല്ല, വിശ്വാസികളായി നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായാണ് നിങ്ങൾ സ്വീകരിച്ചത്. അതിന് ഞങ്ങൾ നിരന്തരം ദൈവത്തിന് നന്ദി പറയുന്നു. സഹോദരരെ, നിങ്ങൾ യൂദയായിൽ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള ദൈവത്തിൻ്റെ സഭകളെ അനുകരിക്കുന്നവരായി തീർന്നു. എങ്ങനെയെന്നാൽ യഹൂദരിൽ നിന്ന് അവർ സഹിച്ചവ സ്വന്തം നാട്ടുകാരിൽ നിന്ന് നിങ്ങളും സഹിച്ചു. യഹൂദർ കർത്താവായ യേശുവിനെയും പ്രവാചകന്മാരെയും വധിച്ചു, ഞങ്ങളെ പുറന്തള്ളി. അവർ ദൈവത്തെ അപ്രീതിപ്പെടുത്തുകയും എല്ലാ മനുഷ്യരെയും എതിർക്കുകയും ചെയ്തു. ജനതകൾ രക്ഷപ്പെടുന്നതിന് അവരോട് പ്രസംഗിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടസ്സപ്പെടുത്തുകയും അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് സദാ പൂർത്തിയാക്കുകയും ചെയ്തു. അവസാനം ക്രോധം അവരുടെ മേൽ നിബന്ധിച്ചിരിക്കുന്നു. സഹോദരരെ, ആത്മന അല്ലെങ്കിലും ശാരീരികമായി കുറച്ചു നാളത്തേക്ക് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു. അതുകൊണ്ട് ആകാംക്ഷാപൂർവം നിങ്ങളെ മുഖാമുഖം വീണ്ടും കാണാൻ ഞങ്ങൾ അതീവ താൽപ്പര്യത്തോടെ കാത്തിരിക്കുകയായിരുന്നു. അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു, പ്രത്യേകിച്ച് പൗലോസായ ഞാൻ പല പ്രാവശ്യം. എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി. കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും സന്തോഷവും അഭിമാനത്തിൻ്റെ കിരീടവും എന്താണ്? അത് നിങ്ങൾ തന്നെയല്ലേ? എന്തെന്നാൽ നിങ്ങളാണ് ഞങ്ങളുടെ മഹത്വവും സന്തോഷവും. 1 തെസ്സലോനിക്ക അധ്യായം 3. തിമോഥെയോസിൻ്റെ ദൗത്യം. അതിനാൽ തീർത്തും സഹിച്ചുകൂടാതായപ്പോൾ ആഥൻസിൽ തനിയെ കഴിയാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങളെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്താനും വേണ്ട നിർദ്ദേശങ്ങൾ തരാനുമായി ഞങ്ങളുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ സഹകാരിയുമായ തിമോഥെയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചു. പീഡനങ്ങൾ നിമിത്തം ആരും ചഞ്ചലപ്പെടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത്.
ഇതിനാണ് ഞങ്ങൾ നിയുക്തരായിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. എന്തെന്നാൽ ഞങ്ങൾക്ക് കഷ്ടതകൾ സഹിക്കേണ്ടി വരുമെന്ന് നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്രകാരം തന്നെ സംഭവിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. ഇക്കാരണത്താൽ തീർത്തും സഹിച്ചുകൂടാതായപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് അറിയാൻ ഞാൻ ആളയച്ചു. പ്രലോഭകൻ നിങ്ങളെ ഒരു വിധത്തിലും പരീക്ഷയിൽ വീഴ്ത്താതിരിക്കാനും ഞങ്ങളുടെ പ്രയത്നം പാഴായി പോകാതിരിക്കാനുമാണിത്. എന്നാൽ ഇപ്പോൾ തിമോഥെയോസ് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും സംബന്ധിക്കുന്ന സദ്വാർത്തയുമായി ഞങ്ങളുടെ അടുത്ത് മടങ്ങിയെത്തി. നിങ്ങൾക്ക് ഞങ്ങളെപ്പറ്റി എപ്പോഴും നല്ല ഓർമ്മകളാണുള്ളതെന്നും ഞങ്ങൾ നിങ്ങളെ എന്ന പോലെ നിങ്ങൾ ഞങ്ങളെയും കാണാൻ ആഗ്രഹിക്കുന്നെന്നും അവൻ അറിയിച്ചു. ഇക്കാരണത്താൽ സഹോദരരെ, എല്ലാ സങ്കടങ്ങളിലും ഞെരുക്കങ്ങളിലും നിങ്ങളുടെ വിശ്വാസം മൂലം ഞങ്ങൾ ആശ്വസിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നെങ്കിൽ അത് നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. ദൈവസന്നിധിയിൽ നിങ്ങൾ മൂലം ഞങ്ങൾ അനുഭവിക്കുന്ന വലിയ സന്തോഷത്തിന് നിങ്ങളുടെ പേരിൽ നമ്മുടെ ദൈവത്തിന് എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കും? നിങ്ങളെ മുഖാമുഖം കാണുന്നതിനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് നികത്തുന്നതിനും വേണ്ടി ഞങ്ങൾ രാപകൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ പിതാവായ ദൈവം തന്നെയും നമ്മുടെ കർത്താവായ യേശുവും നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളെ വഴി നടത്തട്ടെ. ഞങ്ങൾക്ക് നിങ്ങളോടുള്ള പോലെ നിങ്ങൾക്ക് തമ്മിലും മറ്റെല്ലാവരോടുമുള്ള സ്നേഹം കർത്താവ് വളർത്തി സമൃദ്ധമാക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധരോടും കൂടെയുള്ള പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധിയിൽ കുറ്റമറ്റതായി സ്ഥിരപ്പെടുത്തട്ടെ. സുഭാഷിതങ്ങൾ അധ്യായം 30 വാക്യങ്ങൾ 15-16. കന്നട്ടയ്ക്ക് പെൺമക്കൾ 2, തരൂ എന്നിവർ. തൃപ്തിയടയാത്ത കാര്യങ്ങൾ 3, മതി എന്ന് പറയാത്തവ 4. പാതാളം, അടഞ്ഞ ഗർഭപാത്രം, വെള്ളം മതിയാകാത്ത ഭൂമി, മതി എന്ന് പറയാത്ത അഗ്നി. പ്രിയമുള്ളവരെ, 353 ദിവസത്തിലേക്ക് പ്രാർത്ഥനാപൂർവം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വചനയാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ കൗണ്ട് ഡൗൺ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഇനി വളരെ തുച്ഛമായ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഈ വചനവായന പൂർത്തിയാക്കും. ദൈവത്തിന് മഹത്വം. പത്രോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പീഡനങ്ങളിൽ പതറാതെ നിൽക്കണം എന്നാണ്. സഹനങ്ങളിൽ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ പങ്കുകാരാവാനുള്ള വിളിയാണ് ഓരോ സഹനവും. അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് നമ്മൾ ഒന്ന് കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കണം. നമ്മുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കണം. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഉത്കണ്ഠപ്പെടാറുണ്ട്, പക്ഷേ കർത്താവിനെ ഏൽപ്പിക്കാറില്ല. ജീവിതത്തിൽ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ശാന്തമായി എവിടെയെങ്കിലും ഇരുന്ന് കർത്താവിൻ്റെ കയ്യിലേക്ക് ബോധപൂർവം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിന് ഒരുപാട് ആശ്വാസം നൽകും. അപ്പോസ്തലനായ പൗലോസ് നേരത്തെ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത്. പ്രാർത്ഥനയിലൂടെ അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ചിന്തകളെയും നമ്മുടെ മനസ്സിനെയും ക്രിസ്തുവിൽ കാത്തുകൊള്ളും എന്നാണ് അപ്പോസ്തലന്മാർ ഓർമ്മിപ്പിച്ചത്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉത്കണ്ഠകൾ കർത്താവിനെ ഏൽപ്പിക്കണം. അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അതുപോലെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ് സഹനം നമുക്ക് തരുന്ന ഏറ്റവും വലിയ അതിൻ്റെ ഒരു ഫലങ്ങളിലൊന്നാണ് വിശുദ്ധി. ശരീരത്തിൽ സഹിച്ചവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. നമുക്ക് ഈ ലോകത്തോടും ലോകത്തിൻ്റെ മമതകളോടും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ കാമനകളോടും ആസക്തികളോടും ദുഷിച്ച ആഗ്രഹങ്ങളോടുമെല്ലാം താല്പര്യക്കുറവ് ഉണ്ടാകുന്നത് ശരീരത്തിലെ സഹനം വർദ്ധിക്കുന്നതനുസരിച്ചാണ്. ശരീരത്തെ കൊഴുപ്പിക്കുന്നിടത്തോളം ശരീരത്തിൽ പാപ ആസക്തികൾ വർദ്ധിക്കും. എന്നാൽ ശരീരത്തെ പരിത്യാഗത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒരു വഴിയിലൂടെ ആരോഗ്യകരമായി കൊണ്ടുപോകുന്നവരെ തീർച്ചയായും അവർക്ക് പാപത്തിൽ നിന്ന് ഒരു മോചനമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഒത്തിരി പാപങ്ങളുടെ ഉറവിടം ഈ ശരീരം തന്നെയാണ്. അതുകൊണ്ട് ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു എന്നൊക്കെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതും ഈ സന്ദർഭത്തിൽ നമുക്ക് സ്മരണീയമാണ്. തെസ്സലോനിക്കക്കാർക്ക് എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അവർ ദൈവവചനം സ്വീകരിച്ചത് ഒരുപാട് ക്ലേശങ്ങളുടെ നടുവിലാണ്. ബുദ്ധിമുട്ടുകളുടെ നടുവിൽ ദൈവവചനത്തിന് കുറെ കൂടി മാധുര്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് പലപ്പോഴും മുമ്പ് മനസ്സിലാകാതിരുന്ന പല വചനങ്ങളുടെയും അർത്ഥവും ആഴവും
മനസ്സിലായത് ചില പ്രത്യേക വേദനകളിലൂടെ കടന്നുപോയ കാലങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ അപ്പസ്തോലൻ പറയുന്നത് തെസലോനിക്കക്കാര് ദൈവവചനം സ്വീകരിച്ചത് നിരവധി ക്ലേശങ്ങളുടെ നടുവിലാണ്. അതുപോലെ തന്നെ അവർ ദൈവവചനത്തെ മനുഷ്യരുടെ വചനമായിട്ടല്ല, മറിച്ച് തങ്ങളോട് സംസാരിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് സ്വീകരിച്ചത്. നമ്മൾ വചനത്തെ, ബൈബിൾ തുറക്കുമ്പോൾ മദർ തെരേസ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടതാണ്. മദർ തെരേസ പറഞ്ഞിട്ടുണ്ടത്രേ, നമ്മൾ പരിശുദ്ധ അമ്മ ഉണ്ണീശോയെ എടുത്ത അതേ സ്നേഹത്തോടെയും അതേ ഗൗരവത്തോടെയും വേണം ബൈബിൾ എടുക്കാൻ എന്ന്. അതായത് ഒരു ബൈബിൾ എടുക്കുമ്പോൾ പോലും നമ്മൾ പുലർത്തേണ്ട ഒരു ബഹുമാനവും ഭക്തിയും ആദരവും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് ദൈവം അരുളി ചെയ്ത വാക്കുകളാണ്, ദൈവത്തിൻ്റെ തിരുമൊഴികളാണ്. അപ്പോൾ അങ്ങനെയൊരു സമീപനം വചനത്തോട് പുലർത്താൻ തെസലോനിക്കായിലെ ആളുകൾ ശ്രദ്ധിച്ചു. വിശുദ്ധ പൗലോസിൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ് അദ്ദേഹം തെസലോനിക്കായിലെ സഭയിൽ സുവിശേഷം അറിയിക്കുന്നത്. പീഡനങ്ങളുണ്ടായപ്പോൾ അദ്ദേഹം അവിടുന്ന് ബെറോയായിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നിരവധി കഷ്ടപ്പാടുകൾക്ക് നടുവിൽ താൻ വചനം വിതച്ച ഈ സ്ഥലം വലിയ ഒരു വിശ്വാസ സാക്ഷ്യത്തിൻ്റെ സ്ഥലമായി മാറുന്നതിലുള്ള അപ്പസ്തോലൻ്റെ സന്തോഷവും ഈ ലേഖനത്തിൽ പ്രകടമാണ്. നമുക്ക് നമ്മെ ദൈവവചനത്തിലേക്ക് ആനയിച്ച മനുഷ്യരെ നമ്മൾ ഒത്തിരി നന്ദിയോടെയും പ്രാർത്ഥനയോടെയും ഓർക്കേണ്ടതുണ്ട്. സത്യത്തിൽ നമുക്ക് മാമോദീസ തന്ന വൈദികൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി നിങ്ങളുടെ നെറ്റിയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒരു കുരിശടയാള മുദ്ര വരച്ച് നിങ്ങളെ ക്രിസ്തുവിൻ്റെ സ്വന്തമാക്കി മാറ്റിയ ആ പ്രിയ പുരോഹിതൻ്റെ മുഖം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ അതൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യ കുർബാന തന്നവർ, അതിനുവേണ്ടി ഒരുക്കിയവർ, കൂദാശകൾ പഠിപ്പിച്ചവർ, നമ്മളെ കാറ്റക്കിസം അഭ്യസിപ്പിച്ചവർ, അതുപോലെ ഈ വഴികളിലൊക്കെ നമുക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി തന്ന മനുഷ്യർ, അതാരുമാവട്ടെ, അതൊരുപക്ഷെ നമ്മൾ വരച്ച ആ സാമ്പ്രദായിക ചതുര വടിവുകൾക്ക് പുറത്തുള്ളവരായിരിക്കാം. ചിലപ്പോൾ ആരുമാവട്ടെ, ക്രിസ്തുവിനെ തന്നു എന്ന ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ, ഒരു സംഭാവന അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് നിസാരമല്ല. അതായത് ഉച്ച മുതൽ ഉള്ളംകാല് വരെ ക്രിസ്തുവിൻ്റെ മുദ്രയിടപ്പെടാനും ആത്മാവിൽ ഒരിക്കലും മായാത്ത ഒരു മുദ്ര പരിശുദ്ധാത്മാവിൽ സ്വീകരിക്കാനും ത്രിയേക ദൈവത്തിൻ്റെ വാസസ്ഥലമായി മാറാനും പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി മാറാനും യേശുക്രിസ്തുവിൻ്റെ അവയവങ്ങളായി മാറാനും വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങൾ ആത്മാവിൽ പകരപ്പെടാനുമൊക്കെ ഈ പാഴ് മൺകൂടാരത്തിന് എന്ത് യോഗ്യതയാണ് ഉള്ളത്? ക്രിസ്തുവിനെ അറിയാൻ കഴിഞ്ഞു എന്നതിൽ കഴിഞ്ഞ് എന്ത് വലിയ നേട്ടമാണ് ഈ ലോകത്തിൽ നമുക്ക് അവകാശപ്പെടാൻ ഉള്ളത്? യേശുവിനെ അറിഞ്ഞു എന്നുള്ളത് സത്യത്തിൽ ഭാഗ്യമല്ല, മഹാഭാഗ്യമാണ്. എത്രത്തോളം നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നെനിക്കറിഞ്ഞുകൂടാ. പക്ഷേ വല്ലപ്പോഴുമെങ്കിലുമൊക്കെ ഒന്ന് മാറിയിരുന്ന് കൈകൂപ്പി കണ്ണ് നിറഞ്ഞ് പറയണം, അപ്പാ ക്രിസ്തുവിനെ തന്നതിന് നന്ദി. നല്ല അനുഗ്രഹീതമായ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകൾക്ക് ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു. പല തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയാണ് എന്നെയും ഈ വചനവായന കടത്തിവിട്ടത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ പലപ്പോഴും പല ചെറുതും വലുതുമായ മാനസിക പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും നടുവിലും ഈ വചനം വായിച്ചപ്പോൾ ആ വചനത്തിലൂടെ ആ ക്ലേശങ്ങളുടെ നടുവിൽ വചനം തന്ന ആശ്വാസം എനിക്കും വളരെ വലുതായിരുന്നു. പിന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ യാത്രകൾ, അത് എനിക്ക് കുറെ കൂടി റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ പല ടൈം സോണുകളിലേക്ക് നിരന്തരമായി നടത്തിയ യാത്രകളുടെ നടുവിലാണ് ഈ റെക്കോർഡിങ്ങുകളൊക്കെ നടന്നത്. എല്ലാം ദൈവത്തിൻ്റെ കരുണയാണ്, പരിപാലനയാണ്. പക്ഷെ അതിനെല്ലാം എന്നെ പ്രാപ്തനാക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകളാണ്. അത് ഞാൻ മറക്കാതിരിക്കാൻ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്കെത്താൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു. ഞാൻ ഡാനിയലച്ചൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.